ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ടി ജിസ്മോൻ മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണ പരിപാടി നടത്തി. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനത്തിലാണ് ജിസ്മോൻ സജീവമാകുന്നത്. ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ടി ജിസ്മോൻ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചരണ പരിപാടികൾ നടത്തി. കഴിഞ്ഞ ദിവസം തൃക്കുന്നപ്പുഴ, കുമാരപുരം ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു പ്രചരണം. വയലാർ രക്തസാക്ഷി മണ്ഡപം, വയലാർ രാമവർമ്മ സ്മൃതി മണ്ഡപം, വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ജിസ്മോൻ പ്രചരണ പരിപാടികളിലേക്ക് സജീവമായത്. തൃക്കുന്നപ്പുഴ പാനൂർ മസ്ജിദിൽ കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി ചെറിയ പെരുന്നാളിനെത്തിയ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതുകുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലും ജിസ്മോൻ പര്യടനം നടത്തി. ഹരിപ്പാട് നഗരത്തിലും പര്യടനം നടത്തി. LDF നേതാക്കൾ പര്യടന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹരിപ്പാട്ട് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെന്ന് ടി ജിസ്മോൻ പറഞ്ഞു. വികസന കാര്യത്തിൽ ഏറെ പിന്നോട്ട് നിൽക്കുന്ന ഹരിപ്പാട്ട് പുതിയ നിരവധി പദ്ധതികൾ കൊണ്ടുവരാൻ LDFന്റെ ജനപ്രതിനിധി ഉണ്ടായാൽ കഴിയുമെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എടുത്തു പറഞ്ഞാണ് ടി ജിസ്മോൻ വോട്ടർമാരെ കാണുന്നത്. ആവേശകരമായ ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തവണ ഹരിപ്പാട് മാറും, തന്നെ ഹരിപ്പാട് യുവത്വം നയിക്കും എന്ന് ഇവിടുത്തെ ജനതയാകെ വിളിച്ചു പറയുകയാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായി ഹരിപ്പാട് വികസന മുരടിപ്പിലേക്ക് തള്ളിവിടപ്പെട്ട ഒരു കാലയളവായിരുന്നു. ഹരിപ്പാടിൽ ഒരു കുടിവെള്ള പദ്ധതിയോ അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസനമോ, ഏറ്റവും മോശമായ റോഡുകൾ ഒരുപക്ഷെ ഈ കേരളത്തിലുള്ള മണ്ഡലങ്ങളിലൊന്നായി മാറുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ വികസന മുരടിപ്പിലേക്ക് മാറുകയാണ്. കാർഷിക മേഖലയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ആ കാർഷിക മേഖലയിലോ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരു പദ്ധതികളും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധി മാറുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് റോഡുകളും പാലങ്ങളുമെല്ലാം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത, താലൂക്ക് ആശുപത്രിയുടെ വികസനം സാധ്യമാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജില്ലയിലെ 8 അസംബ്ലി മണ്ഡലങ്ങളിലും വികസന കുതിപ്പിലേക്ക് കടന്നു പോകുമ്പോഴും വികസന മുരടിപ്പിലേക്കാണ് ഈ മണ്ഡലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വിസിറ്റിംഗ് MLA ആണ്, അതായത് വല്ലപ്പോഴും മാത്രം ഈ മണ്ഡലത്തിൽ വന്നു പോകുന്ന ഒരു വിസിറ്റിംഗ് MLA ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം ഇവിടുത്തെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു MLA ആണ്. അതുകൊണ്ട് ഹരിപ്പാട് മാറുകയാണ്. ആ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആയിരിക്കും. തീർച്ചയായും വലിയൊരു മുന്നേറ്റമാണ് ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CDNet ന്യൂസ്, ഹരിപ്പാട്.